നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, തിരുസാന്നിധ്യം ഞങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് നിന്നിൽ നിന്ന് കേൾക്കുവാനും നിന്റെ ദിവ്യ കൂട്ടായ്മ അനുഭവിപ്പാനും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർഷം പ്രാപിക്കുവാനും ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ പാറിയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ നിന്റെ ഇഷ്ടപ്രകാരവും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനം നിന്റെതിനു മുമ്പാകെ പ്രസാദകരവുമായിരിക്കുമാറാകണമേ. ആമേൻ. ക്രിസ്ത്യ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട 3 വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 വിഷയങ്ങൾ ഒന്നുകൂടി ഞാനിവിടെ പ്രസ്താവിക്കുന്നു. പ്രത്യാശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹനശക്തിയുള്ളവരാകുവീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ എന്നാണ് ഇവിടെ ഉള്ളത്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ബി പേഷ്യന്റ് ഇൻ യുവർ ട്രബിൾസ്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ഇതാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. നമ്മെ എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ കഷ്ടതയാണ്, സഫറിങ് എന്നുള്ളതാണ്. ഇതെല്ലാ മനുഷ്യരെയും എവിടെയുമുള്ള ഏത് കാലത്തും എവിടെയുമുള്ള മനുഷ്യർക്ക് നേരിടേണ്ടിയിരിക്കുന്ന ഒന്നാണ് സഫറിങ്, കഷ്ടത എന്നുള്ളത്. വൈദികനെന്നോ അവൈദികനെന്നോ അമേരിക്കക്കാരെന്നോ ആഫ്രിക്കക്കാരെന്നോ വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ അലട്ടുന്ന പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. ഇതിനെപ്പറ്റിയാണ് ഈ സുഭാഷിതം എന്ന പുസ്തകത്തിൽ ജ്ഞാനിയായ ശലോമോൻ വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന വല്ലാത്ത കഷ്ടത തന്നെ എന്ന്. മനുഷ്യർക്ക് എല്ലാവർക്കും തന്നെ കൊടുത്തിരിക്കുന്ന ഒന്നാണ് ഈ കഷ്ടതയെപ്പറ്റി അദ്ദേഹം വളരെ നിരാശനായിട്ടാണ് പറയുന്നത്. ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന വല്ലാത്ത കഷ്ടത എന്ന്. അതുകൊണ്ട് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ. ഇത് സാർവത്രികമായ ഒരു പ്രതിഭാസമാണ് കഷ്ടത എന്നുള്ളത്. ഇതെങ്ങനെ വന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ലോകത്തിൽ കഷ്ടത വന്നത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അത് മുഖാന്തരമായിട്ടാണ് കഷ്ടത കടന്നെത്തിയത് എന്ന് നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും എന്ന്. ദൈവം തന്റെ കൽപ്പന ലംഘിച്ച മനുഷ്യന് നൽകിയ ശിക്ഷയാണ് കഷ്ടത എന്ന് പറയുന്നത്. നിന്റെ ആയുഷ്കാലം മുഴുവനും നീ കഷ്ടതയോടെ അതിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് അഹോവൃത്തി കഴിക്കും എന്നുള്ളത്. അപ്പോൾ പാപത്തിന്റെ ഫലമായി, കൽപ്പന ലംഘനത്തിന്റെ ഫലമായി കടന്നു വന്ന ഒന്നാണ് കഷ്ടത എന്ന് വരുന്നു. പാപത്തിന്റെ ഫലമാണ് കഷ്ടത എന്ന്. പക്ഷെ ഒന്ന് ഓർക്കുവാനുള്ളത്, ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപത്തിൻ്റെത് മാത്രമാണ് അവൻ കഷ്ടപ്പെടുന്നത് എന്നുള്ള സിദ്ധാന്തം ശരിയല്ല. ചില മതങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ ആ കഷ്ടതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുര്യോഗങ്ങളോ സംഭവിക്കുന്നുവെങ്കിൽ അവരുടെ പാപം പ്രവൃത്തിയാണ് അതിന്റെ പിമ്പിലുള്ളത്. ഈ ലോകത്തിലെ പ്രവൃത്തി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജന്മത്തിലെ പ്രവൃത്തി അത് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ നാം അത് വിശ്വസിക്കുന്നില്ല. കാരണം തിന്മ നിറഞ്ഞ ലോകത്തിലായതുകൊണ്ട് ഒരാൾ പാപം ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവൻ പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങൾക്കും കഷ്ടതയ്ക്കും വിധേയനായി തീരും. ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുമായി പോകുന്ന സമയത്ത് ഒരു പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുവാൻ ഇടയായി. അപ്പോൾ ഈ ശിഷ്യന്മാർ ചോദിക്കുന്ന, അന്നത്തെ നിലവിലിരുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഈ വിധത്തിൽ കുരുടനായി പിറക്കുവാൻ കാരണം ഇവൻ പാപം ചെയ്തിട്ടാണോ അതോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ പാപത്തിന്റെ ഫലമായിട്ടാണ് കഷ്ടത വരുന്നത് എന്നുള്ള സിദ്ധാന്തം അന്ന് അവിടെ ഉണ്ടായിരുന്നതാണ് അവിടെ പ്രകടമാകുന്നത്. എന്നാൽ നമുക്കറിയാം, നീതിനിഷ്ഠരായി ജീവിച്ചിട്ടുള്ള പലർക്കും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. യോബ് അത്തരത്തിലൊരു വ്യക്തിയായിരുന്നല്ലോ. അദ്ദേഹം നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവരും, ഇതൊക്കെ അദ്ദേഹത്തെ പറ്റിയുള്ള വിശേഷണങ്ങൾ. അങ്ങനെയുള്ള ഒരാൾക്ക് കഷ്ടതയുടെ ഒരു തുടർക്കഥയാണ്
ഒന്നല്ല, അവസാനം ശരീരം മുഴുവനും കുഷ്ഠം ബാധിച്ച് ആ ഒരു വിധത്തിൽ വേദന നിറഞ്ഞ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു മിഷണറി ആയിട്ട് ഭാരതത്തിൽ വന്ന ഒരു ബ്രിട്ടീഷ് വനിതയുണ്ട്, എമി കാർമൈക്കൽ എന്നാണ് അവരുടെ പേര്. വളരെ അധികം സേവന സന്നദ്ധയായി ഇവിടെ വന്നാണ് വിധവകൾക്ക്, അതുപോലെ തന്നെ വഴിതെറ്റിപ്പോകുന്ന യുവതികൾക്ക് ആധാരം അഭയമായി അവരെ വേണ്ട വിധത്തിൽ സംധിക്കുവാനും അവരെ നല്ല പാതയിൽ കൊണ്ടുവരുന്നതിനും പ്രത്യാശ ഉണർത്തുന്നതിനും ഒക്കെ പ്രവർത്തിച്ചതാണ്. പക്ഷേ അവര് 20 വർഷം കിടക്കയിൽ മാത്രമായിരുന്നു എന്നുള്ളത്. ആകെ 56 വർഷം അവർ ഭാരതത്തിൽ ചെലവിട്ടു. അത് 20 വർഷവും കിടക്കയിലാണ്. ഇത്രയും നല്ല സേവന സന്നദ്ധതയോടുകൂടി ആദർശനിഷ്ഠമായ ജീവിതം നയിച്ച ഒരാൾക്ക് നേരിട്ടതാണ്. അതുകൊണ്ട് ഞാൻ സമർത്ഥിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഈ കഷ്ടത എന്നുള്ളത് അത് സാർവത്രികമാണ്, മനുഷ്യന്റെ പാപനിമിത്തമാണ് അത് വന്നത്. എന്നാൽ അവസാനം ഞാൻ പറഞ്ഞത് ഓരോ വ്യക്തിയും ചെയ്യുന്ന പാപത്തിന്റെ ഫലമായിട്ടല്ല പലപ്പോഴും അവൻ ആ തരത്തിലുള്ള ദുര്യോഗത്തിൽ എത്തിച്ചേരുന്നത് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ടാണ്. എന്നാൽ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്. അത് യാതൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം ഓർക്കേണ്ടതാണ്. ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് ട്രിബുലേഷൻ. അതിന് മറ്റൊരു പരിഭാഷ, ദ വേൾഡ് വിൽ മേക്ക് യു സഫർ. ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കഷ്ടത എന്നുള്ളത്. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. പിന്നെയും അവിടുന്ന് പലപ്പോഴും ഇതവരെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്റെ ക്രൂശെടുത്താണ് എന്നെ അനുഗമിക്കേണ്ടത് എന്ന്. കഴുത്തേൽ കുരിശ് കെട്ടി തൂക്കുന്നതോ അല്ലെങ്കിൽ തോളത്ത് കുരിശ് വെച്ചുകൊണ്ട് നടക്കുന്നതോ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കഷ്ടതയുടെ അനുഭവത്തിൽ കൂടിയാണ് തന്നെ അനുഗമിക്കുവാൻ വേണ്ടിയിരിക്കുന്നത് എന്നാണ്. അത് തന്നെയാണ് പിന്നെയും അവിടുന്ന് പറയുന്നുണ്ട്. അതായത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പിൻ. ഞാൻ ഓർക്കുകയാണ്, യേശുക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ കഷ്ടത തന്നെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകും എന്ന് വ്യക്തമായി അസന്നിഗ്ധമായി തുടരെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും ആ കഷ്ടതയെ അവരെങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് ചിന്തകന്മാർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി കഷ്ടതയെപ്പറ്റി കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് നാം ഓർക്കുവാനായിട്ടാണ്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾ കഷ്ടതയുണ്ട്. പക്ഷേ അതിനോട് ചേർന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. അതെന്താണ്? ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചപ്പോൾ നമുക്ക് ആ പ്രത്യാശ ക്രിസ്തു നൽകുന്നതിനെപ്പറ്റി, ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുന്നത് ക്രിസ്തു കഷ്ടതയെപ്പറ്റി അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കരുത്ത് നൽകുന്നു. എന്തെന്നാൽ ബി ചെയർഫുൾ, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ആത്യന്തികമായി നമുക്ക് ജയം യേശുക്രിസ്തുവിൽ കൂടി കഷ്ടതയെ നേരിടുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ഈ കഷ്ടത കൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും ജീവിതത്തിന്റെ അനുഭവത്തിൽ കടന്നു വരുന്നത് കൊണ്ട് എന്തൊക്കെ നന്മയുണ്ട് എന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ ഒരു കാര്യം, കഷ്ടതയിൽ കൂടിയാണ് നാം സ്ഫുടം ചെയ്യപ്പെടുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്നത്. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെടുന്നത് പോലെ നമ്മുടെ കഷ്ടതകൾ, നമുക്ക് നേരിടുന്ന പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെ തന്നെ അഗ്നിയിൽ സ്വർണം സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കീടൻ ഒക്കെ മാറിയിട്ട് അത് തനി തങ്കമായി ശുദ്ധമായ ഒന്നായി തീരുന്നത് പോലെ നമുക്ക് ആയിത്തീരുവാൻ കഴിയുന്നത്, സ്ഫുടം ചെയ്യുന്നത് കഷ്ടതയുടെ അനുഭവത്തിൽ കൂടിയാണ്.
ഇതാണ് നമുക്ക് ഓർക്കുവാനും ചിന്തിക്കുവാനുമുള്ളത്. ഞാൻ ഇന്നത്തെ ചിന്താവിഷയം എന്ന പങ്ക്തിയിൽ എഴുതിയിരുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചെറി ആൻഡേഴ്സൺ എന്നാണ്. ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വലിയ ജേർണലിസ്റ്റായിരുന്നു അദ്ദേഹം. ഒരു തികഞ്ഞ ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അതൊരു മാനസാന്തരത്തിൽ കൂടി തനിക്ക് അനുഭവപ്പെട്ട ഒന്നാണ്. ആ അവസരത്തിലാണ് അദ്ദേഹം ലെബനോനിൽ പോയിട്ട് അവിടെയുള്ള ഒളിപ്പോരി യുദ്ധക്കാര് ഈ ഭീകര പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ പോയതാണ്. പക്ഷേ ലെബനോനിലെ ബെയ്റൂട്ടിലെ തെരുവിൽ കൂടി നടക്കുമ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന ആളുകൾ പിടിച്ചടക്കിക്കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ ചെയ്ത കാര്യം പറയുന്നത് വളരെ ഹൃദയസ്പർശിയാണ്. 24 ദിവസം കണ്ണുകൾ ഭദ്രമായി മൂടിക്കെട്ടിക്കൊണ്ടും കൈകാലുകൾ ചങ്ങല കൊണ്ട് കെട്ടി കട്ടിലിനോട് ബന്ധിച്ചും അങ്ങനെ അവിടെ കിടക്കേണ്ടി വന്നു. ആ ഭക്ഷണം നാമമാത്രമായി കൊടുത്ത് ഈ വിധത്തിൽ അദ്ദേഹത്തെ അവിടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ യാതന നിറഞ്ഞ ദിവസങ്ങൾ അതേപ്പറ്റി അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് മൈ 2455 days ആസ് എ ബന്ദി. 2455 ദിവസങ്ങൾ ഒരു ബന്ദിയായി കഴിഞ്ഞ ആ യാതന നിറഞ്ഞ വേദന നിറഞ്ഞ അനുഭവത്തെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ട് അവസാനം പറയുന്നത് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഈ ദിവസങ്ങൾ ഞാൻ പലതും പഠിച്ചു. നമ്മുടെ വേദനകൾ ആത്മീയ വളർച്ചയെ സഹായിക്കുന്നതാണ്. എന്റെ ബന്ധനത്തിന് മുമ്പ് ഞാൻ വൈരാഗ്യബുദ്ധിയും അസ്വസ്ഥ ചിത്തനുമായിരുന്നു. ഇന്ന് ഏറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്നെ ശക്തീകരിക്കുന്ന ദൈവം ഏത് സാഹചര്യത്തെയും നേരിടാൻ എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു, ജോസഫിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ അതിനെ ഗുണമാക്കി തീർത്തു എന്ന്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. ആത്മാവിൽ വ്യക്തികളെ സ്ഫുടം ചെയ്ത് തങ്ങളിലുള്ള കീടങ്ങളെയൊക്കെയും ബലഹീന ചാബല്യങ്ങളെയൊക്കെയും ബാലിശമായ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയിട്ട് കുറെ കൂടെ തങ്കം ആർന്ന ശുദ്ധീകരിക്കപ്പെട്ട ദാർഢ്യമുള്ള സ്വഭാവത്തിന്റെ ഉടമകളാക്കി മാറ്റുവാൻ തക്കവണ്ണം കഴിയുന്ന ഒന്നാണ് സഫറിങ് എന്നുള്ളത്. ഇവിടെ നാം പ്രത്യേകിച്ചും ഓർക്കുവാനായിട്ടുള്ളതാണ്. ജോസഫിന്റെ കാര്യം പറയുണ്ടായല്ലോ, അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ കിടക്കുന്ന സമയത്താണ് വേദപുസ്തകം എന്ന് പറഞ്ഞു. അത് കുറേ നാളുകൾക്ക് ശേഷം ആ വേദപുസ്തകം കൊടുത്തു. മറ്റൊന്നും ചെയ്യാനില്ല. വായിച്ച് അതിലെ കഥാപാത്രങ്ങൾ പലതും തന്റെ ജീവിതത്തിൽ കടന്നു വന്ന് തന്നെ സ്പർശിച്ചു. അതിൽ ഒരാള് ഇയ്യോബായിരുന്നു, മറ്റൊരാള് പൗലോസാണ്, ഏറ്റവും അധികം യൗസേപ്പാണ്. യൗസേപ്പിനെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം. സഹോദരന്മാർ ചെയ്ത ദ്രോഹം, പൊട്ടക്കിണറ്റിലിട്ടത്, ഒടുവിൽ അടിമയായി വിൽക്കപ്പെട്ടത്, ജയിലിൽ അടയ്ക്കപ്പെട്ടത്, ഇതെല്ലാം എല്ലാം എല്ലാം എന്തിനായിരുന്നു? എ ചെയിൻ ഓഫ് സഫറിങ്. ഒന്നിനു ഒന്നായിട്ട് തുടർക്കഥ പോലെ, സമുദ്രത്തിലെ തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി ഈ സഫറിങ് എല്ലാം, ഈ യാതനകളൊക്കെ ഉണ്ടായിട്ട് അവസാനം വളരെ കഴിവുള്ള ഒരാളായി ദൈവം ആളിനെ രൂപപ്പെടുത്തുകയായിരുന്നു. ഈ യാതനകളിൽ കൂടിയൊക്കെ കടന്നു വന്നിട്ട് ബുദ്ധിയോടെ, ഔചിത്യബോധത്തോടെ, ദൈവാശ്രയത്തോടെ, ദൈവത്തിലുള്ളതായ പ്രത്യാശയോടെ എങ്ങനെ ജീവിതത്തെയും പ്രശ്നങ്ങളെയും നേരിടണം എന്ന് ഉള്ള ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തിത്വം രൂപപ്പെടുവാൻ തക്കവണ്ണം തന്റെ കഷ്ടതകൾ സഹായിച്ചു എന്നാണ് നമുക്കിവിടെ ഓർക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് കഷ്ടത ചെയ്യുന്ന ഒന്നാമത്തെ അനുഭവം എന്ത് എന്ന് ചോദിച്ചാൽ സ്ഫുടം ചെയ്യുവാൻ ഇടയാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നാം മനസ്സിലാക്കുന്നത് അധികം ഫലം പുറപ്പെടുവിക്കുവാൻ ഇത് സഹായിക്കുന്നു എന്ന്. കർത്താവ് പറയുന്നുണ്ട്, മുന്തിരിവള്ളിയെപ്പറ്റി പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് കൊമ്പുകൾ ചെത്തി വെടിപ്പാക്കുന്നു എന്ന്. പ്രൂണിംഗ് പ്രോസസ്. നമുക്കത് മുന്തിരിത്തോട്ടം കണ്ടിട്ടുള്ളവർക്കറിയാം.
ഞാൻ പലപ്പോഴും യെരുശലേമിലായിരുന്ന സമയത്ത് പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ മുന്തിരിത്തോട്ടത്തിലൊക്കെയും പോകുവാൻ ഇടയായിട്ടുണ്ട്. ആ ഒരു സീസൺ വരുന്ന സമയത്ത് ഇതെല്ലാം ഇതിന്റെ ശിഖരങ്ങളൊക്കെ കവാത്തി ചെയ്ത് അതെല്ലാം ഖണ്ഡിച്ച് മുഴുവനായിട്ട് മാറ്റി കമ്പുകൾ മാത്രമായിട്ട് നിൽക്കും. നമുക്ക് തോന്നി ഇത് വലിയൊരു നശീകരണ പ്രക്രിയയാണ് ചെയ്തത് എന്ന്. കാരണം തളുത്ത് ഇലയും കൊമ്പുകളും ഒക്കെ ആക്കി പന്തലിച്ച് നിൽക്കുന്നത് എല്ലാം ചെത്തി മാറ്റി കളയുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി നമുക്ക് ബോധ്യം വരില്ല. പക്ഷേ ആ തോട്ടക്കാരനറിയാം അത് എപ്പോഴാണ് ഇത് ചെത്തി മാറ്റേണ്ടത് എന്ന്, അത് എത്രമാത്രം മാറ്റണം എന്നുള്ളത്, എപ്പോൾ, എങ്ങനെ, എത്ര, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന തോട്ടക്കാരൻ അത് ചെയ്യുമ്പോൾ പിന്നെ അത് പൊട്ടി അതിൽ നിന്ന് ശിഖരങ്ങൾ ഉണ്ടായി തളിർത്ത് അത് ഫലം കായ്ച്ച് അങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫലം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ പല ആളുകൾക്കും ആത്മീയമായ ഫലങ്ങൾ കായ്ക്കുവാൻ കഷ്ടത അവരെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ സഫറിങ് എന്ന് പറയുന്നത്, കഷ്ടത എന്ന് പറയുന്നത് ഒട്ടേറെ അനുഭവിക്കുവാൻ ഇടയായിട്ടുള്ളത് ഒരു സാക്ഷ്യമായി ഞാനിവിടെ ഓർമ്മിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പക്ഷേ അതായിരിക്കില്ലേ ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ട് എങ്കിൽ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പ്രാപ്തമാക്കിയത് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ആകുന്നു എന്ന് തന്നെയാണ് എന്റെയും ചിന്ത. താവ് പറഞ്ഞ കാര്യമാണ്, ഈ ഫലം കായ്ക്കേണ്ടതിന്, അധികം ഫലം കായ്ക്കേണ്ടതിന് ഈ കായ്ക്കുന്ന കൊമ്പുകളൊക്കെയും ചെത്തിവെടിപ്പാക്കുന്ന പ്രൂണിങ് പ്രോസസ് അത് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് അത് ഫലം കായ്ക്കുവാൻ ഇടയാകുന്നത്. നാം പട്ടം പറക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആകാശത്തിൽ അതിങ്ങനെ പറന്നുയർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. പക്ഷേ അതിന് താഴെ നിന്നൊരു കൊച്ചൻ ചൂന്നു, ഒരാൾ ആ നൂൽ ചരട് പിടിച്ച് വലിക്കുന്നതനുസരിച്ചാണ് നീങ്ങുന്നത്. ആ പട്ടത്തിലൊന്ന് ചിന്തിക്കുവാൻ കഴിയുമെങ്കിൽ എന്തായിരിക്കും അത് ചിന്തിക്കുന്നതെന്നറിയാമോ? ഈ താഴെ നിന്ന് പിടിക്കുന്ന ഇയാള് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും, അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകും. അവിടെ അങ്ങോട്ട് കുറേ ദൂരം പോകുമ്പോൾ പിടിച്ച് ഇങ്ങോട്ട് വലിക്കും. ഇങ്ങനെ എപ്പോഴും എന്നെ വെട്ടിച്ചരച്ച് ആകപ്പാടെ എനിക്കൊരു സ്വാതന്ത്ര്യവും തരാതെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നു എന്ന്. ഒരു പക്ഷേ എന്നെ സ്വതന്ത്രമായി അങ്ങ് വിട്ടിരുന്നെങ്കിൽ ഞാൻ ആകാശവിധാനത്തിൽ വിഹായത്തിൽ അങ്ങനെ സ്വതന്ത്രമായി വിഹരിച്ച് മേഘങ്ങളോടൊപ്പം ഞാൻ പറന്നുയരുമായിരുന്നു എന്നൊക്കെ അത് ചിന്തിച്ചെന്ന് വരാം. പക്ഷേ നമുക്കറിയാം ഈ ചരടിന്റെ അറ്റത്തു നിന്ന് ആ ആളുടെ കൈ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഇവൻ ഒന്ന് പറക്കും. ഈ പട്ടം അവിടെ ചെന്ന് കാടിക്കുഴിയിൽ വീഴും. അത് നിൽക്കാനൊക്കില്ല. അത് പറന്നുയർന്നു നിൽക്കുവാൻ കഴിയുന്നത്, അത് ആ ഉന്നത തലത്തിൽ ചരിക്കുവാൻ അതിനെ സഹായിക്കുന്നത് ഈ താഴെ നിന്നുള്ളതായ ഈ പിടിച്ചു വലിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുന്നതും പിടിച്ചലക്കുന്നതുമായിട്ടുള്ള ആ ഒരു അനുഭവമാണ്. ഇത് ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. പലപ്പോഴും പറന്നുയരുവാൻ, ആത്മീയ ഗോളത്തിൽ നമുക്ക് ഉയർന്ന് ചരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പ്രതിസന്ധികൾ, ജീവിതത്തിലുള്ള ചില രോഗങ്ങൾ, അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ശക്തമായി ആഘാതം ഏൽപ്പിക്കത്തക്ക വിധത്തിൽ ജീവിതത്തെ പിടിച്ചു കുലുക്കത്തക്കവണ്ണം വരുന്നത്, അത് നമ്മെ കുറെ കൂടെ ആത്മീയ ഫലത്തിലേക്ക് വരുത്തുവാൻ സഹായിക്കുന്നതാണ്. സ്ഫുടം ചെയ്യുവാൻ, കീടങ്ങളെ നീക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നത് പോലെ തന്നെ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, സ്നേഹത്തിന്റെ വക്താവായി മാറുവാൻ, അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദയയുടെയും ക്ഷമയുടെയും ഒക്കെ ആത്മനിയന്ത്രണത്തിന്റെയും ഒക്കെ ഫലങ്ങൾ പൗലോസ് അപ്പോസ്തലൻ വിശേഷിപ്പിക്കുന്നത് പോലെ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിങ്ങനെയുള്ള ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പലപ്പോഴും ഇടയാകുന്നത് ഈ പ്രൂണിംഗ് പ്രോസസ്സിൽ കൂടിയാണ്. അതുകൊണ്ട് നാം അതിൽ പരാതിപ്പെടുവാനോ പരിഭവപ്പെടുവാനോ ഇല്ല. അതാണ് പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. ബി പേഷ്യന്റ്
ഇൻ സഫറിങ്. കഷ്ടതയിൽ സഹനമുള്ളവരായി അതിനെയും നാം ആത്മവിശ്വാസത്തോടെ നാം അതിൽ നേരിടുക എന്നുള്ളതാണ് ഇവിടെ ഓർക്കുവാനായിട്ടുള്ളത്. അവസാനമായി ഒരു കാര്യം കൂടി, കഷ്ടതയിൽ കൂടി നമുക്ക് മറ്റൊരു അനുഭവം കൂടിയാണ് ഉണ്ടാകുന്നത്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തോട് നാം ഏകീഭവിക്കുന്നവരായിത്തീരുന്നു. ക്രിസ്തുവിനോടുകൂടി നാം മഹത്വത്തിൽ വിരാജിക്കുവാൻ നമുക്ക് മോഹവും ആഗ്രഹവും അതിനുവേണ്ടി നമുക്ക് പ്രതീക്ഷയുമുണ്ട്. ആ മഹത്വത്തിൽ വിരാജിക്കണം എങ്കിൽ ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ എന്നാ പറയുന്നത്. ഫ്രാൻസിസ് ഓഫ് അസീസിയെ പറ്റി കേട്ടിട്ടുണ്ട്. കർത്താവിനുമായിട്ട് അങ്ങ് ഏകീഭവിക്കുവാനുള്ള ആഗ്രഹത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു പോലും, കർത്താവേ നിന്റെ വേദനയിലും എനിക്ക് പങ്കാളിത്തം തരയണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ക്രിസ്തുവിന്റെ വേദന ആ പഞ്ചമുറിവുകളും തന്റെ ശരീരത്തിലുണ്ടായി എന്നാണ് പറയുന്നത്. നമുക്ക് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ ഞാൻ പങ്കാളിയാവുകയാണ്. ആ ഒരു ചിന്ത പത്രോസിന്റെ ലേഖനത്തിലാണത് പറയുന്നത്. 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നത് നമുക്കിങ്ങനെ വായിക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നാം അധൈര്യപ്പെടരുത് എന്ന്. പിന്നെ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോട് ഏകീഭവിക്കുവാൻ, ആ വേദനയിൽ ഞാനും കൂടി ഉൾപ്പെടുവാൻ ഇടയാകുന്നത്, അവന്റെ കഷ്ടതയിൽ കുറവുള്ളത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നത് പോലെ ആ ഒരു ബന്ധം, ക്രിസ്തുവിനോടുള്ള ബന്ധം കുറെ ദൃഢമാക്കുന്നതിന് നമുക്ക് നമ്മുടെ കഷ്ടതകളെ നേരിടുവാനും തരണം ചെയ്യുവാനും അതേപ്പറ്റി വിലയിരുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. ആകയാൽ കഷ്ടതയെപ്പറ്റിയുള്ള നമ്മുടെ വിചിന്തനത്തിൽ നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഇത് സാർവത്രികമായിട്ടുള്ള ഒന്ന്, പാപത്തിന്റെ ഫലമായി കടന്നു വന്നത്. എന്നാൽ ഓരോ വ്യക്തിക്കും അവന്റെ പാപം അത് കാരണമാകണം എന്നില്ല. ഇത് മുഖാന്തരം ലഭിക്കുന്ന അനുഭവം സ്ഫുടം ചെയ്യപ്പെടുന്നു, ഫലം കായ്ക്കുവാൻ നാം പ്രാപ്തരായിത്തീരുന്നു. മാത്രമല്ല, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളായി അവനോടുകൂടി തേജസ്കരിക്കപ്പെടുവാൻ തക്കവണ്ണം, മഹത്വത്തിലെത്തുവാൻ തക്കവണ്ണം നമുക്ക് സംഗതിയാകുന്നു. ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.